ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി 2 റക്അത്ത് നിസ്കാരം ഈ പറയുന്ന രൂപത്തിലൊന്ന് നിസ്കരിച്ചു നോക്കി. നിങ്ങൾ എന്തു മനസ്സിൽ കരുതിയിട്ടാണോ അത് നിസ്കരിച്ചത്, ആ നിസ്കാരം പൂർത്തിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങളുടെ കാര്യം നടന്നു കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് തരാനും നമ്മുടെ ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നിറവേറ്റി സാധിപ്പിച്ച് കിട്ടാനും ഉപകരിക്കുന്ന 2 റക്അത്ത് നിസ്കാരം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സ്വലാത്തുൽ ഹാജ, ഹാജത്തിന് വേണ്ടിയിട്ടുള്ള 2 റക്അത്ത് നിസ്കാരം. പക്ഷെ നിസ്കരിക്കേണ്ട രൂപവും നിസ്കാരത്തിൽ ഓതേണ്ടത് എന്താണ് എന്നും നിസ്കരിച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നും എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് എന്നൊക്കെ വിശദമായി പറയുന്നുണ്ട്. ഈ പറയുന്ന രൂപത്തിൽ തന്നെ കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറഞ്ഞ കാര്യങ്ങൾ കൂടിയുണ്ട്. വിശാലമായി നമുക്ക് വീഡിയോയിൽ കേൾക്കാം. വീഡിയോ മുഴുവനും കേൾക്കണേ. ആവശ്യങ്ങളൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒന്ന് കേട്ട് നോക്കി അത് പൂർത്തിയായി കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ? ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഉസ്താദെ പല വിഷമങ്ങളുണ്ട്, ദ്വാരക്കണേ എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ, എല്ലാവർക്കും സന്തോഷം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ 2 റക്അത്ത് നിസ്കാരത്തെ പറ്റി പറഞ്ഞുതരാം. സ്വലാത്തുൽ ഹാജ, ഹാജത്തിന് വേണ്ടിയിട്ടുള്ള 2 റക്അത്ത് നിസ്കാരം. അതായത് നമ്മളുടെ ഒരു ആവശ്യം പൂർത്തിയായി കിട്ടണം, നമ്മുടെ മനസ്സിലൊരു മുറാദുണ്ട്, ഒരു കാര്യം നടന്നു കിട്ടണമെന്ന ആഗ്രഹമുണ്ട്. അത്തരത്തിൽ ആഗ്രഹം ഇല്ലാത്ത ആളുകൾ കുറവായിരിക്കും. എല്ലാവരുടെ കൽബിലും ഒന്നല്ലേ മറ്റൊരു ആഗ്രഹം ഉണ്ടാവും അല്ലേ? എന്നോട് ചോദിച്ചാലും എനിക്കൊരു 100 കൂട്ടം ആഗ്രഹങ്ങളുണ്ടാവും. ഇതുപോലെ എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരുടെ ഉപ്പമാരുടെ ഒക്കെ കൽബിലുണ്ടാവും എന്ത് ഓരോ വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ. ആ വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനുള്ള പല വഴികളും നമ്മൾ തേടാറുണ്ട്. പല മാർഗങ്ങളിലൂടെ പല വഴികളും തേടാറുണ്ട്. ഹലാലായ വഴിയിലൂടെ, അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെ നമ്മുടെ ആ കാര്യം നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാനുള്ളൊരു സമയമൊന്ന് മെനക്കെടുത്താനുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം ഉറപ്പായും നടന്നു കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അല്ലാഹു പൂർത്തിയാക്കി തരുമാറാകട്ടെ, ഇല്ലേ? ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. പല വഴികളുമുണ്ട്. ഹലാലായ മാർഗം റബ്ബിൻ്റെ മുമ്പിലാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്, അള്ളാഹിൻ്റെ മുമ്പിലാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ചില സംഗതികൾ ഒന്ന് നമ്മളൊരു കാര്യം, ഒരു മുൻകരുതൽ എടുക്കേണ്ടിയുണ്ട്. ഒരു മുൻകരുതൽ എടുത്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്. അതായത് ഞാൻ ഈ ചോദിക്കാൻ പോകുന്നത് റബ്ബിനോടാണ് എന്ന ആ ഒരു ഉറച്ച വിശ്വാസം കൽബിലുണ്ടാണ്. അതായത് എനിക്ക് എന്ത് ചോദിച്ചാലും അവിടെ നിന്ന് കിട്ടും, അള്ളാഹിൻ്റെ അടുക്കൽ നിന്നും എന്ത് ചോദിച്ചാലും കിട്ടും. പലപ്പോഴും നമ്മൾ പരാതിപ്പെട്ടികളാകാറുണ്ട്. അതായത് എൻ്റെ കാര്യം നടക്കുന്നില്ലല്ലോ, എൻ്റെ കാര്യം നടക്കുന്നില്ലല്ലോ, എന്താണ് നടക്കാത്തത്, അത് മാറ്റിവെക്കാം. നമുക്ക് ഒരു കാര്യം നടക്കാൻ ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, ഇന്ന സമയത്താണ് നടക്കുക. അതിനുള്ള വഴികൾ നമ്മൾ ചെയ്യണം, അതിനുള്ള മാർഗങ്ങൾ നമ്മൾ ചെയ്യണം. എന്നാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൽബിലുള്ള മുറാദ്, അതായത് നമ്മുടെ ആവശ്യം അത് എത്രത്തോളം വലുതാണ് നമ്മുടെ ഈ ചോദ്യത്തിലൂടെ, ദുആയിലൂടെയാണ് അല്ലാഹുവിന് എന്ത് ചെയ്യുക, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അള്ളാഹു നമ്മൾ ദുആ ഇറക്കുന്നത് വലിയ ഇഷ്ടമാണ്, റബ്ബിനോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ഇങ്ങനെ നിത്യേന ചോദിച്ചോടെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഇഷ്ടം വെച്ചിട്ട് നമുക്ക് നൽകും. അപ്പോൾ നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു. നൽകുമെന്ന് നമുക്ക് വിശ്വാസം വേണം, ഉറപ്പ് വേണം. ആ ഉറപ്പോട് കൂടിയിട്ടാവണം ചോദിക്കേണ്ടത്. അപ്പോൾ നല്ല നിയത്തോട് കൂടിയിട്ടാവണം ചോദിക്കേണ്ടത്. ഇത് കിട്ടിയാൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ എന്നുള്ള ആ ഒരു മൈൻഡ് മാറ്റി വെച്ചിട്ട് ഇതെനിക്ക് ഉറപ്പായും കിട്ടും, ഇത് റബ്ബിൻ്റെ നാമങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്, അള്ളാഹുവിൻ്റെ ഖുർആനാണ് ഈ ഓതാൻ പോകുന്നത്, റബ്ബിനോടാണ് ഈ ചോദിക്കാൻ പോകുന്നത് എന്ന നല്ല നിയത്തോടു കൂടി ചോദിക്കാം. 2 റക്അത്ത് നിസ്കരിക്കുക. ഞാൻ പറയുന്ന രൂപത്തിൽ നിസ്കരിക്കുക. സൊല്ലി റക്അത്തൈനി, 2 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കണം. വഖുൽ ഫീഹിമാ ബഅദൽ ഹംദി മറദ് അല്ലാഹു ലത്തീഫുൻ ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ്. അതായത് 2 റക്അത്ത് നിസ്കരിക്കണം. ഈ 2 റക്അത്തിലും ഹംദ്, സൂറത്തുൽ ഹംദിന് ശേഷം, അതായത് ഫാത്തിഹ സൂറത്തിന് ശേഷം 3 തവണ എന്ത് ചെയ്യണം, അല്ലാഹു ലത്തീഫുൻ ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ് എന്ന ആയത്ത് ഓതണം. അല്ലാഹു ലത്തീഫുൻ ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ് എന്ന ആയത്ത് ഈ 2 റക്അത്തിലും സൂറത്തുൽ ഹംദ്, ഫാത്തിഹ സൂറത്ത് ഓതിയതിനു ശേഷം ഓതുക. എന്നിട്ട് സലാം വീട്ടിയതിനു ശേഷം, നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടിയതിനു ശേഷം വഖുൽ, ഇതിനു ശേഷം പറയണം, ഇത് സലാം വീട്ടിൽ കഴിഞ്ഞ് പറയണം 129 തവണ. 129 തവണ. ഈ കണക്കൊന്ന് ജസ്റ്റ് എവിടെയെങ്കിലും കുറിച്ച് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സേവ് ആക്കി ഒക്കെ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ കേട്ടാൽ മതി. 129 തവണ പറയണം. ഏത്? അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ ലത്തീഫു എന്ന നാമം. യാ ലത്തീഫ്, യാ ലത്തീഫ്. ലത്തീഫ് എന്ന് പറഞ്ഞാൽ എന്താ? ലുത്തുഫ് ചെയ്യുന്നവൻ, മയം ചെയ്യുന്നവനായ അള്ളാഹ്. അള്ളാഹുവാണ് നമ്മളോട് മയം ചെയ്യേണ്ടത്. നമ്മുടെ ഈ കാര്യം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിവാഹം ശരിയാകാത്ത ആളുകളുണ്ട്, ജോലി ശരിയാകാത്ത ആളുകളുണ്ട്, വീടില്ലാത്ത ആളുകളുണ്ട്, കടത്തിൻ്റെ വക്കിലായിട്ട് ജപ്തി നോട്ടീസ് വന്നിട്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ഒരു ആവശ്യം ഇതൊക്കെ മാറി കിട്ടണം, അല്ലെങ്കിൽ ഇതൊക്കെ നടന്നു കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ഇത് മനസ്സിൽ കരുതിക്കൊണ്ട്
നമ്മളിങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നമ്മളോട് അള്ളാഹു മയം ചെയ്തിട്ടില്ല എങ്കിൽ, നമ്മളോട് ഒരു ലുത്തുഫ് അള്ളാഹു ചെയ്തിട്ടില്ല എങ്കിൽ ആ കാര്യം നടന്നു കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യണം? യാ ലത്തീഫ്, ലുത്തുഫ് ചെയ്യുന്ന, മയം ചെയ്യുന്നവനായ അള്ളാഹ്, ഞങ്ങളോട് കൃപ ചെയ്യുന്നവനായ അള്ളാഹ്, ഈ ഒരു ഇസ്മ 129 തവണ ചൊല്ലിയതിന് ശേഷം അതിനുശേഷം എന്താ സുമ്മസ്ജുദ്, ശേഷം എന്ത് ചെയ്യണം? ഒരു സുജൂദ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സലാം വീട്ടിയിട്ട് ജസ്റ്റ് ഒരു സുജൂദ്, റബ്ബിൻ്റെ മുമ്പിൽ ഒരു സുജൂദ് ചെയ്യുക. ആ സുജൂദിൽ വസല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ, ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും ഒരു സ്വലാത്തില്ല. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ്. ഈ ഒരു സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം വത്തുലുബ് ഹാജതക്, നിന്റെ ഖൽബിൻ്റെ ഹാജത്ത്, ആവശ്യം എന്താണോ അത് റബ്ബിനോട് പറയാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ 2 റക്അത്ത് നിസ്കാരമാണ്. അതായത് ഇതിനകത്ത് വലിയ സൂറത്തൊന്നും ഓതേണ്ട ആവശ്യമില്ല. ആദ്യം 2 റക്അത്ത് നിസ്കരിച്ച് ആ 2 റക്അത്തിലും അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ ഹുവൽ ഖവിയ്യുൽ അസീസ്, ഈ ആയത്താണ് 3 തവണ 2 റക്അത്തിൽ ഓതേണ്ടത്. ആ റക്അത്ത് കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു, സലാം വീട്ടി, അതിനുശേഷം എന്ത് ചെയ്യുക? ഒരു 129 തവണ യാ ലത്തീഫ് എന്ന എണ്ണം കൃത്യമായി എണ്ണി നോക്കി തന്നെ എന്ത് ചെയ്യുക? പറയാം. അതിനുശേഷം ചൊല്ലിക്കഴിഞ്ഞിട്ട് ഒരു സുജൂദ് ചെയ്യാം. ആ സുജൂദിൽ എന്ത് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ഇല്ല. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് 1, 3, 11 എത്രയാണ് പറ്റുന്നത് സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ആവശ്യം എന്താ? ഉത്തുലുബ് ഹാജതക്, നിന്റെ ആവശ്യം എന്താണോ അത് റബ്ബിനോടൊക്കെ പറഞ്ഞേക്കാം. അല്ലാഹുവേ, എൻ്റെ ഇന്ന ആവശ്യങ്ങളുണ്ട്. ഇത് നിസ്കാരത്തിലല്ല, സുജൂദിലാണ്. നിസ്കാരമല്ല, സെപ്പറേറ്റ് സുജൂദ്. അതുകൊണ്ട് നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞാലും വേണ്ടിയില്ല, ഇനി സൗണ്ട് പുറത്തേക്ക് കേട്ടു എന്ന് പറഞ്ഞാലും വിഷയമൊന്നുമില്ല. നിസ്കാരത്തിൽ സൗണ്ട് പുറത്തേക്ക് കേൾക്കുമ്പോഴേ വിഷയമുള്ളൂ. അത് മനസ്സിൽ പറയാം, മനസ്സിൽ പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ നിസ്കാരത്തിലല്ലാത്തൊരു സുജൂദ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക? നിസ്കാരം ബാത്തിലാവുന്ന, അല്ലെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന പേടിക്കണം. എന്ത് ചെയ്യുക? അത് നിങ്ങൾക്ക് റബ്ബിനോട് നിങ്ങളുടെ ആവശ്യം പറയാം, കരഞ്ഞു പറയുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇത് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നിങ്ങൾക്ക് ആരെയും നോക്കണ്ട. എപ്പോഴും നിസ്കരിക്കുമ്പോഴൊക്കെ ഒരു ഏകാഗ്രത നല്ലതാണ്. എന്തായാലും ജമാഅത്തിന് പങ്കെടുക്കണ്ട എന്നല്ല പറഞ്ഞു കേട്ടോ. നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിസ്കരിക്കുമ്പോൾ, ഇപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്നു, ദുഹാ നിസ്കാരം, അതൊക്കെ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് കുറച്ചുകൂടെ ഒരു ഖുശൂ, ഒരു ഭയഭക്തി കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഉത്തുലുബ് ഹാജക്ക്, നിന്റെ ആവശ്യം പറയാം. നിന്റെ ആവശ്യം നടന്നെടുപ്പോൾ തുഖ്ല ഖിലാല സലാസത്ത് അയ്യാമിൻ ബിഇദ്നില്ല, 3 ദിവസത്തിനുള്ളിൽ ഇൻഷാ അള്ളാഹ് ആ കാര്യം നടന്നു കിട്ടുമെന്ന് മഹത്തുക്കൾ പറയാം. 3 ദിവസം കൊണ്ട് കാര്യം നടന്നു കിട്ടും. ഇത് എൻ്റെ വകയായിട്ട് പറയാം കേട്ടോ. കിതാബുകളിൽ കൃത്യമായിട്ട് മഹത്തുക്കൾ രേഖപ്പെടുത്തിയത് ഞാൻ വായിച്ചതാണ്, എൻ്റെ വകയായിട്ട് പറഞ്ഞതല്ല. ചില ആളുകൾക്ക് അങ്ങനെ തോന്നിപ്പോണ്ട, ഇനി എന്ത് ചെയ്യുക? ഉസ്താദ് കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്നിട്ട് പറയുന്നതാണെന്ന് തോന്നിപ്പോണ്ട, എൻ്റെ വകയല്ല. 3 ദിവസത്തിനുള്ളിൽ ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ ഇതിനുണ്ടെങ്കിൽ നടന്നു കിട്ടും. അതായത് അങ്ങനെയാണ് മഹാന്മാർ പറഞ്ഞത്. അതായത് സാധാരണഗതിയിൽ ഒരാൾ നല്ല ഇഖ്ലാസോടു കൂടി ചെയ്താൽ, ഇങ്ങനെ പറയണമെങ്കിൽ സാധാരണഗതിയിൽ നല്ല ഇഖ്ലാസോടു കൂടി ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യം 3 ദിവസം കൊണ്ട് നടന്ന് കിട്ടലുണ്ട്. ഇനി അള്ളാഹു നിങ്ങൾക്ക് വേണ്ടുക വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളുടെ കാര്യവും അതുപോലെ 3 ദിവസം കൊണ്ട് ഇൻഷാ അല്ലാഹ് 3 ദിവസത്തിനുള്ളിൽ നടന്ന് കിട്ടും. ഫൈൻ താഖദ്, ഇനി അതിൽ നിന്ന് പിന്തിച്ചാലും, അതായത് 3 ദിവസം കൊണ്ട് നടന്നില്ല, എന്നാലും കുറച്ചുകൂടെ എന്താ അള്ളാഹു സുബ്ഹാനഹു തആല ഇനി അത് പിന്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം അല്ല, ഇനി പിന്നത്തേക്ക് വെച്ചേക്കാണെങ്കിൽ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക? ഈ പറഞ്ഞതുപോലെ ഫഖറഹ, ഈ പറഞ്ഞ സംഗതി ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുക. അതായത് ഈ 2 റക്അത്ത് നിസ്കാരം വീണ്ടും ഒന്നുകൂടെ അതിനുശേഷം ഒന്ന് നിസ്കരിക്കാം, വീണ്ടും റബ്ബിനോട് ചോദിക്കുക. എന്നാൽ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കാര്യം നടന്നു കിട്ടും. അപ്പോൾ രണ്ടാമത് നിസ്കരിക്കുമ്പോൾ, ആദ്യം നമ്മൾ നിസ്കരിക്കുമ്പോൾ 129 തവണയാണല്ലോ ചൊല്ലിയത്. എന്നാൽ രണ്ടാമത് നിസ്കരിക്കുമ്പോൾ ശേഷം, നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട എണ്ണം 903 തവണയാണ്. 903 തവണയാണ് യാ ലത്തീഫ് എന്ന ഇസ്മ ചൊല്ലേണ്ടത്. ആ ആവശ്യം നടന്നു കിട്ടുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുമാറാകട്ടെ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു 2 റക്അത്ത് നിസ്കാരത്തെ പറ്റിയാണ് പറഞ്ഞത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം അത് വലിയ സുഹൃത്തുക്കളൊന്നും ഓതാനല്ല, ആകെ ഒരു ആയത്താണ് ഓതാനുള്ളത്, അല്ലേ? യാ ലത്തീഫ് എന്ന ഇസ്മ നമുക്ക് പിന്നെ അറിയാം, അല്ലേ? അത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ എന്ന സ്വലാത്ത് നമുക്കറിയാം. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക, എഴുതി വെക്കുക, അല്ലെങ്കിൽ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ഒന്നുകൂടെ കേട്ടിട്ട് എന്ത് ചെയ്താൽ മതി? നിസ്കരിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് അള്ളാഹു കാര്യങ്ങളൊക്കെ നടത്തി തരട്ടെ. ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും ഹാജത്തുകളും പറഞ്ഞവരുണ്ട്, പല ആളുകൾ പ്രശ്നപരിഹാരത്തിനോട് വിളിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യാം? വാട്സപ്പിൽ വോയിസ് ആയിട്ട് അയക്കുകയാണെങ്കിൽ അതായിരിക്കും സൗകര്യം. ഇനി വിളിക്കുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക? സൗകര്യം പോലെ നമുക്ക് സംസാരിക്കാം. അള്ളാഹു എല്ലാ കാര്യവും റാഹത്താക്കി തരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, ദുആ വസിയത്തുകളൊക്കെ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്‌ലിസുകളിലൊക്കെ ദുആയിലക്കും. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തു വെക്കാം. കാരണം എന്ത് ചെയ്യുക? നമ്മുടെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനൊക്കെ ഇത് ഉപകരിക്കും. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. അള്ളാഹു നമ്മുടെ ആഖിറമൊക്കെ വെളിച്ചമാക്കി തരുമാറാകട്ടെ, കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരുമാറാകട്ടെ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.